നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രശസ്ത ക്രിമിനൽ അഭിഭാഷകൻ BA ആളൂർ അന്തരിച്ചിരിക്കുകയാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഇപ്പോൾ അന്ത്യം സംഭവിച്ചത്. വൃക്കസംബന്ധമായ അസുഖത്തിന് കുറച്ചു കാലങ്ങളായിട്ട് ആളൂർ ചികിത്സയിലായിരുന്നു. അതിനിടയിൽ ഇന്ന് ശ്വാസതടസ്സത്തെ തുടർന്ന് രാവിലെയാണ് ആളൂരിനെ സ്ഥിതി വഷളായപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയിട്ടാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിച്ചത് തന്നെ. കുറച്ചു കാലമായിട്ട് അദ്ദേഹം ചികിത്സയിൽ തുടരുകയായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ സ്ഥിതി വഷളായതോടു കൂടിയിട്ടാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് ക്രിമിനൽ കേസുകളിൽ അദ്ദേഹം വാദിച്ച് വലിയ വിവാദ നായകനായിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെയാണ് ആളൂർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ പലപ്പോഴും പല ക്രിമിനൽ കേസുകൾ വരുമ്പോൾ ആളുകൾ ആദ്യം പറയുന്നത് ഒരുപക്ഷെ പ്രതിയെ രക്ഷിക്കാൻ ആളൂർ എത്തും എന്നുള്ളൊരു വാർത്തയ്ക്ക് വലിയ ഹൈപ്പ് തന്നെ എപ്പോഴും ലഭിക്കാറുണ്ട് എന്നുള്ളതാണ്. ഗോവിന്ദചാമി, കൂടത്തായി ജോളി കേസ് തുടങ്ങിയ കോളിളക്കം സൃഷ്ടിച്ച അനവധി കേസുകളിൽ പ്രതിഭാഗം വക്കീലായിരുന്നു ആളൂര്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഏറെ പ്രശസ്തി ആർജിച്ചിട്ടുണ്ടായിരുന്നത്. ഇലന്തൂർ നരബലി കേസിലും പ്രതിഭാഗം അഭിഭാഷകരായിട്ട് തിളങ്ങിയിട്ടുണ്ടായിരുന്നു. ഗോവിന്ദചാമി, കൂടത്തായി ജോളി കേസ് തുടങ്ങിയ കോളിളക്കം സൃഷ്ടിച്ച കേസുകളിലും അദ്ദേഹം പ്രതിഭാഗം വക്കീലായി തന്നെ തുടർന്നിരുന്നു. തൃശൂർ എരുമപ്പെട്ടി സ്വദേശിയായ ബിജു ആന്റണി ആളൂർ എന്ന BA ആളൂർ വിവാദങ്ങൾ ഇടം പിടിക്കുന്ന കേസുകളിലെല്ലാം തന്നെ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായാണ് ശ്രദ്ധേയനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പല ഇത്തരത്തിലുള്ള കേസുകൾ, വിവാദമായിട്ടുള്ള കേസുകൾ അദ്ദേഹം ഏറ്റെടുത്ത പ്രതിക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് വലിയ വിമർശനം തന്നെ എപ്പോഴും അദ്ദേഹത്തിനെതിരെ ഉയരാറുണ്ട് എന്നുള്ളതാണ്. കൂടുതലും ഭൂരിപക്ഷവും അദ്ദേഹത്തിനെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് എപ്പോഴും. എന്തിനാണ് ഇത്തരത്തിൽ കൃത്യങ്ങൾ ചെയ്തിട്ടുള്ള പ്രതികളെ സംരക്ഷിക്കാനായിട്ട് ആളൂർ വരുന്നത്? ഇവരൊക്കെ പരമാവധി നിയമശിക്ഷ അല്ലെങ്കിൽ അവർക്കത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ വാദിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ്. അപ്പോഴും അവർക്കും എന്തെങ്കിലും നിയമപരിരക്ഷ നൽകേണ്ടതില്ലേ എന്നുള്ള ഒരു ഉത്തരവാദിത്തമായിരുന്നു അദ്ദേഹം എപ്പോഴും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. തൃശൂരിലെ സൗമ്യവധക്കേസ്, പെരുമ്പാവിലെ ജിഷ കൊലപാതകം, ഇലന്തൂരിലെ നരബലി കേസ്, കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് എന്നിവയിലെല്ലാം പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായതും BA ആളൂരായിരുന്നു. സൗമ്യവധക്കേസിൽ ഗോവിന്ദചാമിക്ക് വേണ്ടി വാദിക്കാൻ എത്തിയപ്പോഴാണ് മലയാളികൾ ആദ്യമായി BA ആളൂർ എന്ന പേര് ശ്രദ്ധിക്കുന്നത്. ബിജു ആന്റണി ആളൂർ എന്നാണ് മുഴുവൻ പേര്. പച്ച മലയാളി തന്നെയാണ് അദ്ദേഹം. ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരായതോടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ആളൂരിന് വലിയ പ്രാധാന്യമാണ് ലഭിച്ചത്. സിറ്റിംഗിന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ആളൂർ വക്കീൽ എങ്ങനെ ഗോവിന്ദചാമിയുടെ അഭിഭാഷകനായി എന്നത് ഇപ്പോഴും ഒരു ദുരൂഹതയാണ്. വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഗോവിന്ദചാമി തോറ്റപ്പോൾ ആളൂർ വക്കീലിനെ പരിഹസിക്കാനും ആളുകൾ മറന്നില്ല. എന്നാൽ സുപ്രീം കോടതിയിലേക്ക് എത്തിയപ്പോൾ കളിയാകെ മാറി. ആളൂർ ഇന്ന് രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയനായ ക്രിമിനൽ വക്കീലായി പിന്നീട് അങ്ങോട്ട് മാറുകയായിരുന്നു. ചോട്ടാരാജനെ പോലുള്ള അധോലോക നായകന്മാരുടെ കേസുകൾ ഏറ്റെടുക്കാൻ പോകുന്നത് ആളൂരാണെന്നുള്ള പലപ്പോഴും പല റിപ്പോർട്ടുകൾ ഇങ്ങനെ പുറത്തു വരാറുണ്ട്. സത്യത്തിൽ ആരാണ് ഈ BA ആളൂർ എന്നുള്ളത് പലപ്പോഴും ഇത്തരത്തിൽ അദ്ദേഹം ഏറ്റെടുക്കുന്ന ക്രിമിനൽ കേസുകളുടെ പശ്ചാത്തലം നോക്കിയിട്ടാണ് ആളുകൾ തിരയാറുള്ളത്. തൃശൂർ സ്വദേശിയാണ് ബിജു ആന്റണി ആളൂർ എന്ന BA ആളൂർ എന്ന് പറയുന്ന ഈ ഒരു ക്രിമിനൽ ലോയർ. പ്രീ ഡിഗ്രി വരെ കേരളത്തിലുണ്ടായിരുന്നു. തൃശൂർ സെന്റ് തോമസ് കോളേജിലായിരുന്നു പഠനം. കേരളത്തിൽ നിന്ന് പുനെയിലേക്ക് പോയതാണ് ആളൂരിന്റെ ജീവിതം മാറ്റിമറിച്ചത് എന്ന് പറയാം. നിയമബിരുദം സ്വന്തമാക്കുന്നത് അവിടെ വെച്ചാണ്. പിന്നീട് സഹോദരനൊപ്പം ഏതാണ്ട് 1 ദശാബ്ദത്തോളം പുനെയിൽ തന്നെ 1999 ആളൂർ അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നത്. 4 വർഷത്തോളം കേരളത്തിലെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു. ക്രിമിനൽ കേസുകൾ തന്നെയായിരുന്നു പ്രധാനം. കേരളത്തിൽ നിന്ന് വീണ്ടും പുനെയിലെത്തി. എല്ലായിടത്തും ആളൂർ ഹാജരായത് കൊടും ക്രിമിനലുകൾക്ക് വേണ്ടിയായിരുന്നു. മിക്ക കേസുകളിലും വിജയം ആളൂരിനൊപ്പം തന്നെ നിന്നു. അധോലോക നായകൻ ചോട്ടാരാജൻ ഇപ്പോഴും പോലീസ് പിടിയിലാണ്. രാജന്റെ കേസുകൾ നോക്കുന്നത് BA ആളൂർ തന്നെയാണെന്ന് പലപ്പോഴും പല റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വരാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് പലരും ആളൂരിനെ സംശയത്തോടെ വീക്ഷിക്കുന്നത്. അധോലോക ബന്ധവുമുണ്ടെന്ന് പോലും പലപ്പോഴും ആക്ഷേപം ഉന്നയിക്കാറുണ്ട്. നരേന്ദ്ര ബോൽക്കറെ സംഘപരിവാർ അനുഭാവികൾ വെടിവെച്ചു കൊന്നപ്പോൾ ആ കേസിലും പ്രതികളെ രക്ഷിക്കാൻ രംഗത്തിറങ്ങിയത് BA ആളൂറായിരുന്നു. കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോറിന്റെ അഭിഭാഷകനും ആളൂർ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. 500-ലേറെ മോഷണങ്ങൾ നടത്തിയ ആളാണ് ബണ്ടി ചോർ എന്ന ദേവീന്ദർ സിംഗ്. സ്വർണം കൊണ്ടുള്ള ഷർട്ട് ധരിച്ച ശ്രദ്ധ പിടിച്ചുപറ്റിയ വ്യവസായിയായിരുന്നു ദത്തത്രേയ ഫുഗ്. അയാൾ കൊല ചെയ്യപ്പെട്ടിരുന്നു. ഈ കേസിലും പ്രതികൾക്ക് വേണ്ടി ആളൂരാണ് ഹാജരാകുന്നത് എന്നുള്ള വാർത്തകളും പല കിംവദന്തികളും പലപ്പോഴും പുറത്തു
വന്നിട്ടുണ്ട്. ജിഷ വധക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിന് വേണ്ടിയും താൻ കോടതിയിൽ ഹാജരാകുമെന്ന് ബി ആളൂർ ആ ഒരു കേസ് വിവാദമായി നിൽക്കുന്ന സമയത്ത് തന്നെ പരസ്യമായി വ്യക്തമാക്കിയതും വലിയ വിവാദങ്ങൾക്ക് ഇടവെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൂടിയാകുമ്പോൾ ബി ആളൂർ എന്ന അഭിഭാഷകനെ കേരളത്തിൽ ലഭിക്കുന്ന വില എന്തായിരിക്കും എന്നുകൂടി ഓർക്കാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിൽ പല വിവാദമായിട്ടുള്ള കേസുകളിലും അത് ഏറ്റെടുത്ത് പ്രതികൾക്ക് വേണ്ടി വാദിക്കുകയും അവരെ കോടതിയിൽ പരമാവധി ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു വക്കീലായിരുന്നു അദ്ദേഹം. ഏതായാലും അദ്ദേഹത്തിന്റെ പേര് പലപ്പോഴും പല ക്രിമിനൽ കേസുകളും ഉയർന്നു വരുമ്പോൾ ആദ്യം കേൾക്കുന്നത് ബി എ ആളൂർ വരുമോ എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് എടുത്ത പല കേസുകൾ എടുത്താലും ഈ ഒരു പേര് പലപ്പോഴും ഉയർന്ന് കേട്ടിട്ടുണ്ട്. ഏതായാലും വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാലാണ് അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്.